BJP ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ഉണ്ടാകും എന്നവർ പ്രഖ്യാപിച്ചതാണ്. ഈ മാസം തന്നെ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഇന്നലെ തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം ചേർന്നു. കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില ആലോചനകൾ നടന്നിട്ടുണ്ട്. ഒപ്പം അന്തിമ ധാരണയായില്ലെങ്കിലും ആദ്യഘട്ട പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കുക, അതായത് സംസ്ഥാനത്ത് ആദ്യമായി നിയമസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുന്നത് തങ്ങളായിരിക്കുമെന്ന പ്രഖ്യാപനമാണ് BJP നടത്താൻ പോകുന്നത്. അതാണ് BJPയുടെ നീക്കങ്ങൾ. മുൻനിരയിൽ ഒരു പിടി നേതാക്കൾ അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. അതാരൊക്കെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വട്ടിയൂർക്കാവിലോ തൃശ്ശൂരിലോ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്നതാണ് സാഹചര്യം. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ തൃശ്ശൂർ എന്നതാണ് സാധ്യത. തൃശ്ശൂർ BJPക്ക് വലിയ സാധ്യതയുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ അത്തരമൊരു ആലോചനയുണ്ട്. നേമത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്, അത് ഉറപ്പാണ്, തർക്കമില്ല. കഴക്കൂട്ടത്ത് V മുരളീധരൻ മത്സരിക്കും. തൃശ്ശൂരിൽ MT രമേശും കോഴിക്കോട് നോർത്തിൽ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസും മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. തിരുവല്ലയിൽ അനൂപ് ആന്റണി ആയിരിക്കും സ്ഥാനാർത്ഥി. ഷോൺ ജോർജ് എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. പാലയിലോ അതല്ലെങ്കിൽ പൂഞ്ഞാറിലോ എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ആലോചനകൾ. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ്. അതുകൊണ്ട് ഷോൺ ജോർജിൻ്റെ സാധ്യത ആ തരത്തിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ പൂഞ്ഞാറിൽ PC ജോർജ് മത്സരത്തിന് ഇല്ല എന്ന നിലപാടെടുത്തെങ്കിൽ ഷോൺ ജോർജ് പൂഞ്ഞാറിൽ തന്നെയാണ്. അതല്ലെങ്കിൽ PC ജോർജ് പൂഞ്ഞാറിലും ഷോൺ ജോർജ് പാലയിലും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. രണ്ടിടങ്ങളിലും ഷോൺ ജോർജ് സജീവമായി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും ആലോചന നടക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണൻ BJPയുടെ നേതാവ്, അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അശ്വിനി ആയിരിക്കും മഞ്ചേശ്വരത്ത് മത്സരിക്കുക. അത്തരത്തിൽ സാധ്യതയുള്ള മറ്റൊരു സീറ്റിലും അത്തരത്തിലുള്ള ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു. അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ A ക്ലാസ് മണ്ഡലങ്ങളിൽ കൃത്യമായ നീക്കങ്ങളുമായി BJP മുന്നോട്ട് വരികയാണ്. കുറേ അധികം സീറ്റുകൾ പിടിക്കണം എന്ന വലിയ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് BJPയെ സംബന്ധിച്ച് തൊട്ടു മുന്നിലുള്ളത്. എന്താണ് ഈ സാധ്യത നോക്കാം. വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, കോർ കമ്മിറ്റി യോഗത്തിൽ ആരാവണം സ്ഥാനാർത്ഥി എന്ന ധാരണയുണ്ടായിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ടും, പക്ഷേ നേതാക്കൾക്കിടയിൽ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മുൻനിര നേതാക്കളൊക്കെ ആ സീറ്റ് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണോ? ആ തരത്തിൽ അങ്ങനെയെങ്കിൽ ഇനി സജീവമാവുമല്ലോ ആ മേഖലകളിലവർ. ഇത് തീർച്ചയായും അങ്ങനെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കാനെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത്, VK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ, K മുരളീധരൻ വട്ടിയൂർക്കാവ്, K സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ, V മുരളീധരൻ കഴക്കൂട്ടത്ത്. ഇങ്ങനെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റും മുൻ അധ്യക്ഷന്മാരും ആയ 3 പേർ, അങ്ങനെയാണെങ്കിൽ 4 പേർ, പ്രധാനപ്പെട്ട 4 നേതാക്കൾ ജില്ലയിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യത ആണ് ഇപ്പോൾ തെളിയുന്നത്. മാത്രമല്ല K സുരേന്ദ്രൻ നിലപാടിലാണുള്ളത്. എന്നാൽ നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കാൻ തയ്യാറാകും എന്ന കാര്യം സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റാണ് അദ്ദേഹം കൂടുതലായി പരിഗണിക്കുന്നത്. കാരണം നേരത്തെ വയനാട് സീറ്റിലൊക്കെ മത്സരിച്ചതാണ്. പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം അവിടെ വലിയ മത്സരത്തിന് ഇറങ്ങിയ ആളാണ് K സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ഇനി വിജയസാധ്യതയുള്ള സീറ്റ് വേണം എന്ന ആവശ്യമാണ്. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ തൃശ്ശൂർ, അവിടെ തൃശ്ശൂരിൽ MD രമേശിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി എത്തിയാൽ MD രമേശ് നേരത്തെ മത്സരിച്ചിട്ടുള്ള ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെങ്ങന്നൂരോ അല്ലെങ്കിൽ ഈ തരത്തിൽ തൃശ്ശൂരോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ വളരെ ആക്റ്റീവാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് തന്നെയാണ് സന്ദീപിന്റെ അവിടുത്തെ നീക്കങ്ങൾ. അതോടൊപ്പം തന്നെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. ഇതിൽ ഏറ്റവും വളരെ ശ്രദ്ധേയമായി മാറുന്നത് K സുരേന്ദ്രന്റെ പേര് തന്നെയാണ്. കാരണം വട്ടിയൂർക്കാവിലേക്ക് K സുരേന്ദ്രൻ എത്തിയാൽ അവിടെ വലിയ മത്സരമായിരിക്കും നടക്കുക. സൈപ്പ്, വട്ടിയൂർക്കാവിലേക്ക് സുരേന്ദ്രൻ വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു ഊർജ്ജം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് വളരെ അനുകൂലമാണ് ആ മേഖലകളിൽ. അതുകൊണ്ടുകൂടി അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കാം. നേമത്തും വട്ടിയൂർക്കാവും നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ ആധിപത്യം അവിടെ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയം കഴക്കൂട്ടത്ത് വലിയ മുന്നേറ്റം നടത്താനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. മറ്റ് A ക്ലാസ് മണ്ഡലങ്ങളുടെയും സാഹചര്യം അതാണ്. എന്തായാലും നേരത്തെ ഒരുങ്ങുന്നു ഇത്തവണ BJP. അതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ, നീക്കങ്ങൾ.